गोविंदनाम संकीर्तनम गोविंद गो जय बोल सद्गुरु महाराज की जय. ദക്ഷയജ്ഞത്തിന് ശേഷം 5 അധ്യായങ്ങളിൽ ധ്രുവചരിത്രം ഇവിടെ വർണ്ണിക്കുന്നു. ജായേ പുത്താനപാദസ്യ സുനീതിസുരുചിസ്തയോഃ സുരുചിപ്രേയസീ പത്യുഃ നേതരായത്സുതോ ധ്രുവഃ. സ്വയംഭൗമന് 2 പുത്രന്മാർ. ജ്യേഷ്ഠപുത്രൻ പ്രിയവ്രതൻ ആദ്യതിനെ കാട്ടിൽ തപസ് ചെയ്യാൻ പോയപ്പോൾ രണ്ടാമത്തെ മകനായ ഉത്താനപാദനെ രാജാവാക്കി. ആ ഉത്താനപാദ രാജാവിന് 2 റാണിമാർ, സുനീതി, സുരുചി. സുനീതിൻ്റെ മകൻ ധ്രുവൻ, സുരുചി മകൻ ഉത്തമൻ. രണ്ടുപേരും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഉത്തമന് ഒപ്പം കളിക്കാൻ വിളിക്കാൻ വേണ്ടി കൊട്ടാരത്തിലെത്തിയപ്പോൾ അച്ഛൻ്റെ മടിത്തട്ടിൽ തൻ്റെ അനുജനെ കണ്ടു ധ്രുവൻ. അച്ഛൻ്റെ മടിത്തട്ടിൽ അനുജനെ കണ്ടപ്പോൾ സ്വയം അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം തോന്നി. അങ്ങനെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് അടുത്തിരിക്കുന്ന സുരുചി മഹാറാണി പറയുന്നു, നവത്സപതിർജിഷ്ണ്യം ഭവാനാരോഢുമർഹതി നഗൃഹീതോ മയായത്വം കുക്ഷാവപി പാത്മജഃ. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. എന്താ കാരണം? അച്ഛനക്ക് ഇഷ്ടപ്പെട്ട റാണിയാണ് ഞാൻ. എൻ്റെ വയറ്റിൽ ജനിച്ചാൽ മാത്രമേ അച്ഛൻ്റെ മടിയിൽ കയറാൻ പറ്റുള്ളൂ. അതിന് ആദ്യം നീ ചെയ്യേണ്ടത് തപസ്സാണ്. തപസാരാച്യ പുരുഷം തസ്യൈവ അനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി ഉപാസനം. ആദ്യം തപസ് ചെയ്യൂ, ഭഗവാനെ നേരിട്ട് കണ്ട് വരം മേടിച്ചോളൂ. സുരുചിയമ്മ വയറ്റിൽ ജനിക്കണം. അങ്ങനെ വരം മേടിച്ച് എൻ്റെ വയറ്റിൽ ജനിച്ചാൽ മാത്രമേ അച്ഛൻ്റെ മടിയിൽ കയറാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ധ്രുവൻ സ്വന്തം അമ്മയോട് സങ്കടം പറഞ്ഞു. അപ്പോൾ സ്വന്തം അമ്മയും പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണമായി തീരുന്നു. സുഖസ്യ ദുഃഖസ്യ നകോപി ദാത പരോദാതി കുബുദ്ധിരേഷ. നമ്മുടെ പുണ്യമാണ് നമുക്ക് സുഖമായിട്ട് കിട്ടുന്നു, പാപങ്ങളാണ് ദുഃഖമായിട്ട് വരുന്നു. അപ്പോൾ പാപഫലമായ ദുഃഖങ്ങൾ കുറയ്ക്കണമെങ്കിൽ പുണ്യം കൂടുതലായിട്ട് ചെയ്യണം. അതുകൊണ്ട് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു അമ്മയും. അമ്മയുടെ വാക്കനുസരിച്ച് ധ്രുവൻ കാട്ടിൽ ചെന്നു. പോകുന്ന വഴിയിൽ നാരദൻ അവിടെ നാമം ജപിച്ചു പറഞ്ഞു, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. നാരദനെ കണ്ടപ്പോൾ നാരദൻ്റെ കാൽക്കളിൽ വീണ് നമസ്കരിച്ചു. നാരദൻ ആദ്യം ചോദിച്ചു, ആരുടെ മകനാണ്? ഉത്താനപാദൻ്റെ മകൻ പറഞ്ഞപ്പോൾ, നീ കാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലേ, ഞാൻ ചെറിയമ്മയോട് പറയാം, അച്ഛൻ്റെ മൃഗത്തിൽ കയറ്റിയിടാം, കയറ്റി വയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത് ആവശ്യമില്ല, എനിക്ക് ഭഗവാനെ കാണണം എന്ന് ധ്രുവൻ വാശി പിടിച്ചപ്പോഴാണ് ആദ്യം കുളിച്ചു വരൂ, ഞാൻ നിനക്ക് മന്ത്രം ഉപദേശിക്കാം, വൃന്ദാവനക്കാട്ടിൽ പോയി അത് ജപിച്ചോളൂ പറഞ്ഞു. ഉടനെ ധ്രുവൻ അടുത്തുള്ള കുളത്തിൽ കുളിച്ചു. അവിടെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു. ആ താമരപ്പൂക്കൾ 2 എടുത്തു വന്ന് ഗുരുനാഥൻ്റെ ചരണത്തിൽ സമർപ്പിച്ചു. ഇന്ന് രാവിലെ നാരദൻ ഭഗവാനെ കാണാൻ വൈകുണ്ഠത്തിൽ ചെന്നു.
അപ്പോൾ ഭഗവാനുക്ക് മഹാലക്ഷ്മി ഒരു താമരപ്പൂ ഉണ്ടാക്കി, താമരപ്പൂ കൊണ്ട് ഒരു മാല ഉണ്ടാക്കി ഭഗവാനൊക്കെ സമർപ്പിച്ചിരുന്നു. ആ താമരപ്പൂ മാല നാരദനെ കണ്ടപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് കഴുത്തിൽ സമർപ്പിച്ചു. ഇനി നിനക്ക് വലിയ ലാഭമാണ്. അപ്പോൾ നാരദൻ അടച്ചു, എനിക്കെന്താ ലാഭം? കാരണം എപ്പോഴും നാമം ജപിക്കുന്നവർക്ക് എപ്പോഴും ലാഭം തന്നെ. ലാഭസ്തേഷാം ജയസ്തേഷാം കുതസ്തേഷാം പരാഭവ തേഷാം ഇന്ദീവരസ്യാമോ ഹൃദയേ സുപ്രതിഷ്ഠിത. എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് എപ്പോഴും ലാഭം തന്നെയാണ്. ഇപ്പോൾ ലാഭം എന്ന് പറയുന്നുണ്ടല്ലോ ഭഗവാൻ, എന്താണ് ലാഭം എന്ന് ആലോചിച്ച് നാരദൻ വരുന്നു. അങ്ങനെ വരുന്ന സമയത്തിലാണ് ധ്രുവകുമാരനെ കണ്ടു. ധ്രുവൻ നാരദൻ്റെ കാക്കിൽ ഈ താമരപ്പൂ സമർപ്പിച്ച് നമസ്കരിക്കുന്ന സമയത്ത് ധ്രുവന് ഇങ്ങനെ കയ്യിൽ നമസ്കരിക്കുന്ന ആളിങ്ങനെ എഴുന്നേൽപ്പിക്കണ്ടേ, അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നാരദൻ കുനിഞ്ഞപ്പോൾ നാരദൻ്റെ കഴുത്തിൽ ഇരുന്ന താമര മാല ധ്രുവൻ്റെ കഴുത്തിൽ വീണു. അപ്പോഴാണ് നാരദനക്ക് മനസ്സിലായി, നിനക്ക് വലിയ ലാഭം പറഞ്ഞത് ഭഗവാൻ ഈ ശിഷ്യനാണ്. ഗുരുനാഥനക്ക് നല്ല ശിഷ്യനെ കിട്ടുന്നത് ലാഭമാണ്. അതേപോലെ ശിഷ്യന്മാർക്ക് നല്ല ഗുരുക്കൾ കിട്ടുന്നതും വലിയ ലാഭം തന്നെയാണ്. പണ്ടൊക്കെ ശിഷ്യവിത്താപഹാരിണ ശിഷ്യഹൃത്താപഹാരിണ, ശിഷ്യന്മാരുടെ ഹൃദയത്തിലിരിക്കുന്ന താപത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാരായിരുന്നു. ഇപ്പോഴോ ശിഷ്യവിത്താപഹാരിണ, ശിഷ്യന്മാരുടെ വിത്തം അപഹരിക്കുന്ന ഗുരുക്കന്മാരാണ്. ശിഷ്യവിത്താപഹാരിണ മാറി ശിഷ്യവിത്താപഹാരിണ എന്നായി. ഇപ്പോൾ ഗുരുനാഥനക്ക് നല്ല ശിഷ്യൻ കിട്ടുന്നതും ലാഭമാണ്, അതേപോലെ ശിഷ്യന്മാർക്ക് നല്ല ഗുരുനാഥൻ കിട്ടുന്നതും ലാഭമാണ്. അപ്പോൾ നാരദനക്ക് മനസ്സിലാക്കി, ഈ താമരപ്പൂമാല എനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടില്ല, ധ്രുവകുമാരനക്ക് വേണ്ടിയാണ് ഭഗവാൻ എനിക്ക് സമർപ്പിച്ചത്. അപ്പോൾ ധ്രുവകുമാരനക്ക് വലിയ ഭാഗ്യം. മഹാലക്ഷ്മി പ്രസാദം, വൈകുണ്ഠനാഥൻ്റെ പ്രസാദം, പിന്നെ ഗുരുനാഥൻ്റെ പ്രസാദമായി ഉള്ള മാല കിട്ടി. പിന്നെ ഗുരുനാഥൻ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അത് ആദ്യത്തെ അനുഗ്രഹം സ്പർശദീക്ഷ എന്ന് പറയും. അതിനു മുമ്പ് നയനദീക്ഷ, കണ്ണുകൊണ്ട് ഒരു നോട്ടം, ഗുരു കടാക്ഷം പരിപൂർണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഗുരുനാഥൻ ദൈവം അവർ നേരിട്ട് നോക്കാതെ ഇങ്ങനെ സൈഡ് വഴിക്ക് നോക്കിയാൽ അത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് അമ്പലത്തിലും രാജാവിൻ്റെ സഭയിലും ഗുരുനാഥൻ്റെ അടുത്തും നേരിട്ടിരിക്കാറില്ല, ഇടയിലൊരു കമ്പി വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിട വെച്ച് എന്താണ് അവർ കടാക്ഷമായി കിട്ടുമ്പോൾ വലിയ ലാഭമാണ്. അപ്പോൾ ആദ്യം ഗുരുനാഥൻ്റെ കടാക്ഷം കിട്ടി. അത് എങ്ങനെയാണ് ചോദിച്ചാൽ, സ്വാപത്യാണി യഥാമത്സ്യ വീക്ഷണേനേവ പോഷയേത്. കുഞ്ചു മീനുകൾ വിശന്ന് വരുമ്പോൾ അമ്മ മീൻ ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ കുഞ്ചു മീനുകളുടെ വിശപ്പ് മാറും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് മീനാക്ഷി എന്ന് പേര് വരാൻ കാരണം. പിന്നെ സ്പർശദീക്ഷ, ഗുരുനാഥൻ തൊട്ട് അനുഗ്രഹിക്കുന്നു. യഥാപക്ഷി സ്വപക്ഷാഭ്യാം ശിശുൻ സംവർദ്ധയൻ സ്നേഹി. എങ്ങനെയാണ് കോഴി അടകാത്ത് സ്പർശിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നുവോ, അതുപോലെ ഗുരുനാഥൻ്റെ സ്പർശം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. സ്പർശദീക്ഷ. പിന്നെ മന്ത്രദീക്ഷ. ഇവിടെ ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശം കൊടുത്തു. പിന്നെ അടുത്തുകൂടി ഒരു വലിയ ദീക്ഷ എന്താണ്? സ്മരണദീക്ഷ. ഗുരുനാഥനെ നമ്മൾ സ്മരിക്കാറുണ്ട്, ചിലപ്പോൾ ഗുരുനാഥന്മാർ നമ്മളെ സ്മരിക്കും. അങ്ങനെ മഹാത്മാക്കൾ നമ്മളെ സ്മരിച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. സാധാരണ സമയത്തിൽ സ്മരിക്കുന്നതിനേക്കാൾ പൂജ ചെയ്യുന്ന സമയത്തിലോ ധ്യാനിക്കുന്ന സമയത്തിലോ നമ്മളെ സ്മരിച്ചാൽ അത് വലിയ മഹാഭാഗ്യം. ഇവിടെ ഗുരുനാഥൻ സ്മരണദീക്ഷയും കൊടുത്തു. നാരദന് ധ്രുവകുമാരനക്ക് ഉപദേശം കൊടുത്ത് മധുവനത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? സ്മരണദീക്ഷ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂർമഹ എന്നാണ് ഇവിടെ പറയുന്നു. ആമ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തിൽ മുട്ടയിട്ട് വയ്ക്കും. പിന്നെ കടലിൽ ചെന്ന് ആമ വിചാരിക്കും, ഞാനവിടെ മുട്ടയിട്ടുണ്ടല്ലോ എന്തായോന്ന്. അമ്മ വിചാരിക്കുമ്പോൾ തന്നെ ആ മുട്ടയിൽ നിന്നും ആ കുഞ്ചാമ പുറത്തേക്ക് വരും. കടലിൽ ചാടി സ്വയം അമ്മയുടെ അടുത്ത് എത്തിച്ചേരും. അവിടെ ഒന്നും അഡ്രസ്സൊന്നും ഇല്ല കടലിൽ. അഡ്രസ്സ് ഇല്ലാതെ എങ്ങനെ കൃത്യസമയത്തിൽ എത്തുന്നു ചോദിച്ചാൽ അതാണ് അമ്മയുടെ സ്മരണബലം. അങ്ങനെ സ്മരണദീക്ഷ, ഇങ്ങനെ 4 ദീക്ഷയും ഇവിടെ നാരദൻ കൊടുത്തു. ഉത്താനപാദ രാജാവോട് പറഞ്ഞു, നീ മഹനെ അന്വേഷിച്ച് നടക്കേണ്ട, സ്വയം ഇവിടെ വന്നോളും എന്ന് പറഞ്ഞപ്പോൾ ഉത്താനപാദൻ കാത്തിരിക്കുന്നു. ഇവിടെ ധ്രുവകുമാരൻ്റെ തപസ് വർദ്ധിച്ച് വരുന്നു. ഓരോ മാസവും ആദ്യത്തെ മാസം പഴം മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്തു. 3 ദിവസത്തിന് ശേഷമേ പഴം കഴിക്കുള്ളൂ.
രണ്ടാമത്തെ മാസം 6 ദിവസം കഴിഞ്ഞ് പുല്ലുകളും ഇലകളും മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്തു. പിന്നെ വിചാരിച്ചു ഈ പുല്ലുകളൊക്കെ മൃഗങ്ങൾക്കുള്ളതല്ലേ, അതുകൂടി വേണ്ട. തീരുമാനിച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് തപസ് ചെയ്തു. 9 ദിവസം കഴിയുമ്പോൾ, 4ാമത്തെ മാസം 12 ദിവസം കഴിയുമ്പോൾ, ഇതൊക്കെ അത്ഭുതമാണ്. 12 ദിവസം കഴിഞ്ഞ ശേഷം ഒരാൾ ഭക്ഷണം കഴിക്കണം പറഞ്ഞാൽ നമുക്ക് 3 ദിവസം വേണ്ട, 3 മണിക്ക് ഇങ്ങോട്ട് വൈകിയാൽ മതി. ഉച്ചയ്ക്ക് 12 മണി 1 മണിക്ക് നിർത്തുന്ന നമ്മൾ 2, 3, 4 മണി ആക്കിയാൽ പിന്നെ ഇവിടെ ഒരാളുണ്ടാവില്ല. പിന്നെ കമ്മിറ്റിക്കാരൻ എന്ന് പറയും വേഗം നിർത്തിക്കൊള്ളു പറയും. നമുക്ക് ഒരു 3 മണിക്ക് പോലും വിശപ്പ് സഹിക്കാൻ വയ്യ. ഇവിടെ ധ്രുവകുമാരൻ്റെ ആ ധ്രുവൻ പറഞ്ഞാൽ ആ ഉറപ്പാണ്, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നത് വരെ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പഴം കഴിച്ചുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ പാഠശാലയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഈ പാഠങ്ങളൊക്കെ വേദങ്ങളൊക്കെ മര്യാദയ്ക്ക് കാണാപാഠമായി പഠിച്ചാൽ ഈ ഭക്ഷണം കിട്ടുള്ളൂ, ഇനി ഭക്ഷണം ഇല്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ആ പാഠശാലയിലെ പുറകിൽ പഴം, ഇളന്തപ്പഴം, ബദരഫലം അതുണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ തോന്നി ധ്രുവകുമാരൻ ഇത് കഴിച്ചിട്ടിലേക്ക് ആദ്യത്തെ മാസം തപസ്സിൽ നമുക്ക് കഴിച്ചേക്കാൻ വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്യുന്നത് അത്ര എളുപ്പമില്ലേ. തപ്പോ നാണസനാത്മരം, പട്ടിണി കിടക്കുന്നതിനെ വലിയ തപസ്സായിട്ട് പറയുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ശക്തി നോക്കിയില്ല. അതുകൊണ്ടാണ് നാമം ജപിച്ചാൽ മതി എന്ന് മഹാത്മാക്കൾ പറയുന്നു. ഈ ധ്രുവൻ്റെ തപസ് കണ്ടപ്പോൾ ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. എന്താ കാരണം? ഒരു കാല് മാത്രം, കാലിൻ്റെ തള്ളവരൽ മാത്രം ഭൂമിയിൽ വെച്ച് അടുത്ത കാലം മടക്കി വെച്ച് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുന്നു. ഒരു കാലിൽ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു കാലിൽ നിൽക്കാൻ തന്നെ കുറച്ച് നിൽക്കുന്ന അഡ്ജസ്റ്റ് നിൽക്കാം. ഇങ്ങനെ 5-6 മാസം നിൽക്കാൻ പറ്റുമോ? നടരാജസ്വാമിക്ക് നിൽക്കാൻ പറ്റും ഒരു കാലം കൊണ്ട്, നമുക്ക് നിൽക്കാൻ വയ്യ. നടരാജസ്വാമിയേക്കാളും കേവലം പറയേണ്ടി വരും. എന്താ കാരണം? നടരാജസ്വാമി ഒരു കാല് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ധ്രുവൻ ഒരു കാലില്ല, ഒരു തള്ളവരൽ മാത്രമേ യഥാ പദാങ്കുഷ്ഠ നിപ്പീഡിതാമഹി, കാലിൻ്റെ തള്ളവരൽ മാത്രം, പെരുവരൽ മാത്രം ഭൂമിയിൽ വെച്ചിട്ടാണ് തപസ് ചെയ്യുന്നത്. ദേവന്മാർക്ക് അത്ഭുതമായി. അവർ നേരെ ഭഗവാനോട് പറഞ്ഞു, വേഗം ധ്രുവകുമാരനെ അനുഗ്രഹിക്കണം പറഞ്ഞപ്പോൾ ഭഗവാൻ പുറപ്പെട്ടു വന്നു. ഇവിടെ പറയുന്നു ഭഗവാൻ ധ്രുവകുമാരനെ അനുഗ്രഹിക്കാനില്ല, ധ്രുവകുമാരനക്ക് ദർശനം കൊടുക്കാൻ പോകണില്ലേ, ധ്രുവകുമാരനെ ദർശനം ചെയ്യാൻ പോകുന്നു പറഞ്ഞു ഭഗവാൻ. മധുർവനം നൃത്യതിദൃക്ഷയാഗതഃ, ധ്രുവനെ കാണാൻ വേണ്ടി ഭഗവാൻ 1000 തലയോട് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. സഹസ്രശീർഷാപി തത്തോ ഗരുത്മത. പിന്നെ ഭഗവാൻ വിചാരിച്ചു 1000 തലയോട് മുന്നിൽ നിന്നാൽ ചിലപ്പോൾ കുട്ടി പേടിച്ചിരിക്കും. അതുപോലെ സാധാരണ രീതിയിൽ നാരദൻ എങ്ങനെ പറഞ്ഞുവോ അതേ രൂപത്തിൽ ഭഗവാൻ മുന്നിൽ വന്നു. ഭഗവാൻ മുൻപിൽ വന്നിട്ടും ധ്രുവൻ കണ്ണടച്ചിരിക്കുന്നു. ഭഗവാൻ വിളിക്കുന്നു ധ്രുവ ധ്രുവാൻ. ഭഗവാൻ വിളിച്ചിട്ടും കണ്ണ് തുറക്കണില്ല. അപ്പോൾ ഉള്ളിൽ ധ്യാനിക്കുന്ന രൂപം ഒന്ന് ഭഗവാൻ മാച്ചു. അത് വാങ്ങിയപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കി. അതേ ഭഗവാൻ പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്ലിഷന്, ഉടനെ ധ്രുവകുമാരനക്ക് ചുംബിക്കണം, ആളിങ്ങനെ ചെയ്യണം തോന്നി. ഇങ്ങനെ ഓടി വരുന്നു. ധ്രുവൻ വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ, സാധാരണ ഭഗവാൻ വലത്തെ കയ്യിൽ ചക്രവും ഇടത്തെ കയ്യിൽ ശംഖവും വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മാറ്റിയാണ് ഭഗവാൻ വന്നത്. വലത്തെ കയ്യിൽ ശംഖം, ഇടത്തെ കയ്യിൽ ചക്രവും. ഇതാ കാരണം, ചക്രം മോക്ഷം കൊടുക്കും, ശംഖം ജ്ഞാനം കൊടുക്കും. ഭഗവാൻ വിചാരിച്ചു ഇപ്പോൾ ധ്രുവകുമാരത്തിന് ജ്ഞാനം കൊടുക്കണം വിചാരിച്ച് വലത്തെ കയ്യിൽ ശംഖുമായി വന്ന് ഭഗവാൻ ആ ശംഖ് കൊണ്ടുകൊണ്ട് തലോടി. പസ്പർശബാലം കൃപയാ കപോലി. ഇവിടെ ഗുരുനാഥൻ പറയും, ഭഗവാൻ പാലാഴിയിൽ നിന്നും പുറപ്പെട്ട സമയത്ത് മഹാലക്ഷ്മി ചോദിച്ചു എവിടേക്കാണ്? ധ്രുവകുമാരനെ കാണാൻ പോകുന്നു പറഞ്ഞപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു, ഈ കുട്ടി 6 മാസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ, കുട്ടികളെ കാണാൻ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ലേ, ഇവിടെ പാലാഴിയിൽ പോകുന്ന നിങ്ങൾക്ക് ഒരു ശംഖ് പാല് കൊടുത്തുകൂടെ വിചാരിച്ച് മഹാലക്ഷ്മി ആ ശംഖും മേടിച്ച് ശംഖിൽ പാല് എടുത്തു കൊടുത്തു. അങ്ങനെ മഹാലക്ഷ്മി കൊടുത്ത ജ്ഞാനപ്പാൽ ഭഗവാൻ, പണ്ടൊക്കെ കുട്ടികൾക്ക് ശംഖിൽ വെച്ചാണ് പാൽ കൊടുക്കാറുണ്ട്. എന്താ കാരണം? ശംഖിൽ പാൽ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ജ്ഞാനം ഉണ്ടാവും. പിന്നെ ശംഖ് ഇല്ലാതായി. ശംഖ് പോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിരുന്നു, അപ്പോൾ അതും ഇല്ലാതായി. ഇപ്പോൾ കുപ്പിയിലാണ് പാൽ കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ ചെറിയ കുപ്പി കൊടുക്കാൻ തുടങ്ങിയാൽ
വലുതായ ശേഷം വലിയ കുപ്പി പഠിക്കാൻ പോകുന്നു കുട്ടികൾ. ആ കുപ്പി പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ പഴയ രീതിയിൽ ഉണ്ടായാൽ കുട്ടികൾക്ക് നല്ല ജ്ഞാനം ഉണ്ടാവും. അങ്ങനെ ആ ശംഖ് കൊണ്ട് ഭഗവാൻ പാല് കൊടുത്തപ്പോൾ ജ്ഞാനപ്പാലും സ്വീകരിച്ച് ധ്രുവൻ 12 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ദ്വാദശ ആദിത്യ സങ്കാശൈഹി എന്നാണ് ഇവിടെ ശ്രീധരസ്വാമി പറയുന്നു. 12 സൂര്യനെ പോലെയാണ് ഈ 12 ശ്ലോകങ്ങൾ. അല്ലെങ്കിൽ നാരദൻ ഉപദേശിച്ച 12 അക്ഷര എഴുത്ത് ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനം പോലെയാണ് ഈ 12 ശ്ലോകങ്ങൾ. അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ 12 സ്കന്ധങ്ങളുടെ സാരമായിട്ട് ചുരുക്കി ഈ 12 ശ്ലോകങ്ങൾ എന്ന മഹാത്മാക്കൾ പറയുന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാനീ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തഃ പ്രവിശ്യ, എൻ്റെ ഉള്ളിലിരുന്ന് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നീ തന്നെയാണെന്ന് ഇവിടെ പറയുന്നു. അന്തര്യാമിയുടെ കാരുണ്യം. അച്ഛൻ്റെ മടിയിൽ കയറാൻ തോണിച്ചത് നീതാണ്. അച്ഛൻ്റെ മടിയിൽ കയറേണ്ട സമയത്തിൽ ചെറിയമ്മയായിട്ട് ചീത്ത വിളിച്ചതും ഭഗവാൻ തന്നെയാണ്. സ്വന്തം അമ്മയായിട്ട് കാട്ടിലേക്ക് ചെല്ലു പറഞ്ഞതും ഭഗവാൻ തന്നെയാണ്. നാരദനായിട്ട് മുന്നിൽ വന്ന് ഉപദേശം കൊടുത്തതും ഭഗവാൻ തന്നെയാണ്. ഇവിടെ തപസ് ചെയ്തതും ഭഗവാൻ തന്നെയാണ്. തപസ്സിൻ്റെ ഫലമായി മുമ്പിൽ നിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഞാൻ ചെയ്യുന്നു വിചാരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടാണ്. എല്ലാം ഭഗവാന്റെ കാരുണ്യം ആണ് ഇവിടെ ധ്രുവൻ പറയുന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. ഇവിടെ 5 വയസ്സ് പോലും ആയിട്ടില്ലേ, ഒന്നും പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. എന്നാലും ശ്ലോകം സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം തോന്നിയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് സ്തുതി വരുത്തിയതും നീ തന്നെയാണ്. ഈ സ്തുതി കേട്ട് ആനന്ദിക്കുന്നതും നീ തന്നെയാണെന്ന് ഇവിടെ സ്തുതിക്കുന്നു. ഭഗവാനെ, എനിക്ക് എപ്പോഴും സത്സംഗം തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗകാ ധൂയാദനന്തമഹതാമമലാശ്രിയാണാം യേനാഞ്ജസോൽമനമുറും വ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗകാ. എനിക്ക് സത്സംഗം തരണേന്ന് പ്രാർത്ഥിച്ചു ധ്രുവൻ്റെ സ്തുതി കേട്ട് ഭഗവാൻ ആയുസ്, ആരോഗ്യം, ഒരാൾ സത്സംഗം ചോദിച്ചാൽ അതിന് അനുകൂലമായിട്ട് എല്ലാം ഭഗവാൻ കൊടുത്തേക്കും. ഒന്ന് ചോദിച്ചാൽ അത് മാത്രമേ കിട്ടുള്ളൂ. സത്സംഗം തരണേന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എല്ലാം കൊടുത്തേക്കും. അതാണ് ഇവിടെ ആയുസ്, ആരോഗ്യം, പിന്നെ വിവാഹം, കുട്ടികൾ എന്തൊക്കെയാണോ എല്ലാം അനുഗ്രഹിച്ചു ഭഗവാൻ. അവസാനം ഭഗവാൻ പുറപ്പെട്ട ശേഷം തോണി ധ്രുവനക്ക് ആ ഭഗവാന് വിട്ടുപോയല്ലോ. സാധനം കൊടുത്ത ഭഗവാൻ കൊടുത്ത സാധനങ്ങൾ മേടിച്ചു, പക്ഷേ ഭഗവാൻ പോയല്ലോ എന്ന് വിഷമിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ കാലം കൊണ്ടു ഒന്ന് അനുഗ്രഹിച്ചു. പ്രഹ്ലാദനേക്കാൾ ധ്രുവനക്കാണ് കൂടുതൽ ഭാഗ്യം. പ്രഹ്ലാദനക്ക് കൈകൊണ്ട് തന്നെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചു. ഇവിടെ ഗരുഡൻ്റെ പുറത്ത് കയറി പുറപ്പെടുന്ന സമയത്ത് ധ്രുവൻ കരയുന്നത് കണ്ടപ്പോൾ ഭഗവാൻ തൻ്റെ കാലുകൊണ്ടുമാണ് അനുഗ്രഹിച്ചു. അതിവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ധ്രുവൻ അനുഗ്രഹിച്ച് പുറപ്പെട്ടു. ധ്രുവൻ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ധ്രുവനെ രാജാവാക്കി അദ്ദേഹം തപസ്സിന് ചെന്നു. ധ്രുവൻ്റെ അനുജൻ ഉത്തമൻ കാട്ടിൽ പോയപ്പോൾ യക്ഷന്മാരോട് യുദ്ധം ചെയ്ത് മരിച്ചു. അപ്പോൾ ധ്രുവനക്ക് ദേഷ്യം വന്നു. എൻ്റെ അനുജന് യക്ഷന്മാർ വധിച്ചല്ലോ വിചാരിച്ച് യക്ഷന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ യക്ഷന്മാരൊക്കെ മായാപ്രയോഗം ചെയ്യുന്ന സമയത്ത് ഋഷീശ്വരന്മാർ ഉപദേശിക്കുന്നു, നാരായണാസ്ത്രം പ്രയോഗിച്ചോളൂ. തസ്യ ആരുഷാസ്ത്രം ധനുഷി പ്രയുഞ്ചതഃ. അങ്ങനെ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ പുറപ്പെട്ടപ്പോൾ ധ്രുവൻ്റെ മുത്തശ്ശൻ വന്ന് പറഞ്ഞു, മനു, നീ ഭഗവാനെ കണ്ട ആളല്ലേ, ഇങ്ങനെ ഒരു ആൾ ചെയ്ത തെറ്റിന് വേണ്ടി എല്ലാവരെയും വധിക്കാൻ പാടില്ല. നന്വേകസ്യ അപരാധേന. നമ്മളൊക്കെ അങ്ങനെയാണ്, തെറ്റ് ഒരാൾ ചെയ്യും, ശിക്ഷ എല്ലാവർക്കും കിട്ടും. നമ്മുടെ വീട്ടിൽ ഉറുമ്പ് ഒക്കെ ഇങ്ങനെ വരിയായിട്ട് പോകും. അതിൽ ഒരു എറുമ്പ് എന്ത് ചെയ്യും? ആ ഉറുമ്പ് ക്യൂവിൽ പോവാതെ ഇടയിൽ വന്ന് യജമാൻ ഗൃഹനാഥൻ്റെ കാലിൽ മേൽ കയറി കടിക്കും. ഇപ്പോൾ ഗൃഹനാഥൻ നോക്കും, എറുമ്പ് കിട്ടുന്നത് എവിടെയാണ്? ഉടനെ പൊടിയെടുത്ത് കടിക്കാതെ എല്ലാ എറുമ്പിൻ്റെ തലയിലും പൊടിയിടും. കടിച്ച എറുമ്പ് രക്ഷപ്പെട്ടു ഓടും, കടിക്കാതെ എല്ലാ എറുമ്പും നശിക്കും. ഇങ്ങനെ ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി പിന്നെ എല്ലാവരും എന്തിനാ ശിക്ഷിക്കുന്നു? നന്വേകസ്യ അപരാധേന പ്രസംഗാത് ബഹവോ ഹതാഹ. അങ്ങനെ ചെയ്യരുത് ഉണ്ണി എന്ന് പറഞ്ഞപ്പോൾ
ധ്രുവൻ യുദ്ധം നിർത്തി. ധ്രുവൻ യുദ്ധം നിർത്തിയപ്പോൾ യക്ഷന്മാരുടെ രാജാവായ കുബേരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കുബേരൻ ചോദിക്കുന്നു, ധ്രുവ നിനക്ക് എന്താണ് വരം വേണം? കുബേരൻ തന്നെ നേരിട്ട് വരം വേണോ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചോദിക്കും? കുബേരൻ വന്നാൽ എനിക്ക് 2 ചാക്ക് പണം കിട്ടിയാൽ കൊള്ളാം. കുബേരൻ അതിൻ്റെ ആളാണ്, പണത്തിൻ്റെ ധനാധിപതിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ കുബേരനെ ഭജിക്കാൻ തുടങ്ങി. കുബേരയാഗം, പിന്നെ കുബേര പൂജ, പിന്നെ വീട്ടിൽ കുബേര കളമൊക്കെ വരയ്ക്കാൻ തുടങ്ങി. എന്നാലും കുബേരൻ സ്വപ്നത്തിൽ പോലും വരാറില്ലേ? ഇതാ കാരണം. വന്നാൽ എന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം. പണ്ടൊക്കെ ഗുരുവായൂരപ്പനെ കാണണം ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഗുരുവായൂരപ്പൻ വേണ്ട, കുബേരനെ കണ്ടാൽ മതിയാണ് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഇവിടെ കുബേരൻ നേരിട്ട് വന്ന് ചോദിച്ചിരിക്കുന്നു, എന്താണ് വരം വേണം? കുബേരൻ ചോദിക്കുന്ന സമയത്തിൽ പോലും ധ്രുവൻ പ്രാർത്ഥിക്കുന്നു, ഹരൗസവ്രേ അചലിതാം സ്മൃതിം യയാ, എനിക്ക് മാറാത്ത ഹരിഭക്തി വേണം എന്ന് പറഞ്ഞപ്പോൾ കുബേരൻ അത്ഭുതപ്പെട്ടു. താം ദത്വ, തന്നേക്കാന്ന് പറഞ്ഞ് അനുവദിച്ചു. കാരണം ഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭക്തി കൊടുക്കാൻ പറ്റുള്ളൂ. കുബേരർക്ക് നല്ല ഭക്തിയുള്ള ആളാണ്. കുബേരൻ നല്ല ശിവഭക്തനാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ ധനാധിപതിയായി ഇരുന്നിട്ടും കുബേരൻ എന്ത് ചെയ്യുന്നു? മഹാദേവർക്ക് വീശിക്കൊണ്ടിരിക്കുന്നു. മഹാദേവൻ്റെ കഥ അത്ഭുതമാണ്. അദ്ദേഹം ഭിക്ഷയെടുത്താണ് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ അടുത്ത് വീശിയിരിക്കുന്നത് ആരാണ്? കുബേരനാണ്. വലിയ പണമുള്ള ആൾ അടുത്ത് വീശിയിരിക്കുന്ന സമയത്തിൽ പോലും അദ്ദേഹം ഒരു പൈസ പോലും കടം മേടിച്ചിട്ടില്ല. അതാണ് മഹാദേവൻ്റെ പെരുമ. അങ്ങനെ കുബേരൻ ഭക്തിയെ കൊടുത്ത് പുറപ്പെട്ടു. പിന്നെ കുറച്ചു കാലം രാജ്യഭരണം നടത്തിയ ശേഷം തൻ്റെ പുത്രന്മാരുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് ധ്രുവൻ ബദരികാശ്രമത്തിൽ തപസ് ചെയ്തു. പിന്നെ വൈകുണ്ഠത്തിൽ നിന്നും വിമാനം ഭഗവാൻ പറഞ്ഞു വിട്ടു. സുനന്ദൻ, നന്ദൻ 2 പാഴ്ത്തന്മാർ വിമാനത്തിൽ കയറിക്കൊള്ളു പറഞ്ഞപ്പോൾ അവിടുത്തിരിക്കുന്ന മഹർഷിമാരോട് ആശീർവാദം മേടിച്ച് വിമാനത്തിൽ കയറുന്ന സമയത്ത് അവിടെ യമൻ തല കുണിച്ച് നിൽക്കുന്നു. യമൻ പറയുന്നു, എൻ്റെ തലയിൽ കാലുവെച്ച് ഇതിൽ കയറിക്കൊള്ളു. അങ്ങനെ യമൻ്റെ മൃത്യോർമൂർത്തിനി പദം തത്വ ആരോഹ അദ്ഭുതം ഗൃഹം. യമനും വലിയ ഭാഗവതനാണ്. അങ്ങനെ പതുക്കെ അദ്ദേഹത്തെ ശിരസിൽ കാലുവെച്ച് ആ വിമാനത്തിൽ കയറി. ധ്രുവൻ ഉറച്ച ഉയർന്ന സ്ഥാനം വേണം എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ പൊക്കത്തിലിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. ചലിക്കാത്ത നക്ഷത്രമാണ്. ബാക്കി നക്ഷത്രങ്ങളൊക്കെ ചലിക്കും, ചിലപ്പോൾ താഴെ വീഴും. അങ്ങനെ വീഴാത്ത, ചലിക്കാത്ത ഏറ്റവും പൊക്കത്തിലിരിക്കുന്ന നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. ഈ ധ്രുവകുമാരനാണ് ധ്രുവസ്റ്റാറായി മാറി. ഇപ്പോൾ എല്ലാ അമ്മമാർക്കും എന്താണ് ആഗ്രഹം? കുട്ടികൾ വലിയ സ്റ്റാറായി മാറണം. അല്പസ്റ്റാറായി മാറുന്നതിനേക്കാൾ ധ്രുവടെ പോലെ ഭക്തി സ്റ്റാറായി മാറണം. ഭക്തിയിൽ വലിയ സ്റ്റാറായിട്ട് ഇപ്പോഴും പ്രകാശിക്കുന്നു. ആ ധ്രുവകുമാരൻ്റെ ആധാരത്തിലാണ് ഈ ലോകം മുഴുവനും സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ധ്രുവകുമാരൻ വിമാനത്തിൽ കയറി ചെല്ലുന്ന സമയത്ത് ആ വിഷ്ണുപാഠകന്മാരോട് ചോദിച്ചു, എൻ്റെ അമ്മയെ എവിടെ? എൻ്റെ അമ്മയല്ലേ ഇങ്ങനെ എനിക്ക് ഭക്തി ഊട്ടി വളർത്തിയത്. എൻ്റെ അമ്മ എവിടെ ചോദിച്ചപ്പോൾ അവർ കാണിച്ചു കൊടുത്തു. പുറോ യാണേന ഗച്ഛതി, നിനക്ക് മുമ്പ് വേറൊരു വിമാനത്തിൽ എൻ്റെ അമ്മയും പോകുന്നുണ്ട്. എന്താ കാരണം? ഒരു ഭക്തനുണ്ടെങ്കിൽ ഭക്തൻ്റെ അമ്മയ്ക്കും ഭക്തൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും സദ്ഗതി കിട്ടും എന്നാണ് അവിടെ കാണിച്ചു തരുന്നു. പിന്നെ ഇതിൽ നിന്ന് നമ്മളും പഠിക്കണം. അന്ത്യസമയത്തിൽ പോലും ധ്രുവൻ അമ്മയെ ഓർത്തതുപോലെ നമ്മളും അവസാനം വരെ അമ്മയെ